ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കാർഡ്ബോർഡിൽ നിന്ന് ഒരു ഫിഷ് ടാങ്കിൻ്റെ ഒരു പ്രതീതി നമ്മൾ ഇത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അക്രിലിക്കിൻ്റെ വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഒരു 3 ഡോട്ട് ഇട്ടു. അക്രിലിക്കിൻ്റെ തന്നെ ബ്ലൂ എടുത്തിട്ട് നമ്മൾ ആ 3 ഡോട്ടിൻ്റെ ഇടയിലായിട്ടൊരു ഡോട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ടൊരു 4 ഡോട്ട് ബ്ലൂ ഇട്ട് കഴിഞ്ഞിട്ട് അത് സ്പ്രെഡ് ചെയ്യണ് ബ്രഷ് വെച്ചിട്ട്. ഇത്തിരി വെറ്റാക്കിയിട്ടാണ്, ബ്രഷ് ഇട്ട് വെറ്റാക്കിയിട്ടാണ് നമ്മളത് ബ്രഷ് ചെയ്യുന്നത്, എന്നാലേ ആ ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ വന്ന് ഇതെന്താവുമെന്ന് എനിക്കും അറിയില്ല. സ്പ്രെഡാവുന്നത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. എന്നാലും നമ്മളത് ചെയ്ത് തീർത്തിരിക്കും. അങ്ങനെ നമ്മളത് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ കൈമൊക്കെ ആകലമ്പ്. കുഴപ്പമില്ല, നമുക്കത് ചെയ്ത് തീർത്തല്ലേ പറ്റൂ. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ കൈമന്നാവുന്നത് ഒരു ബുദ്ധിമുട്ടല്ല. നമ്മളത് മനസ്സിലാക്കി വീണ്ടും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫെവിക്കോൾ എടുത്ത് ഒരു ചെറിയ അടിഭാഗത്തെ ഏരിയ മാത്രം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിസ്ത ഷെല്ല് എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് എന്നാലത് കറക്റ്റായിട്ട് ഉണങ്ങി പിടിക്കാനുള്ള ടൈം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പിസ്ത ഷെല്ലൊക്കെ ഓരോന്നോരോന്നെടുത്ത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടീസൊക്കെ പയ്യെ ടൈം എടുത്ത് പയ്യെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് എടുക്കണം. എന്നാലും നമ്മൾ വിചാരിച്ച ആ ഭംഗി അതിന് കിട്ടും. അങ്ങനെ നമ്മൾ ഫിഷ് ടാങ്കിൻ്റെ അടിഭാഗം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മീനിൻ്റെ ഭാഗത്ത് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് എടുത്ത് ഓരോന്നോരോന്ന് അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യും.
ഇങ്ങനെ നമ്മൾ മുകളിലത്തെ അടിയത്തെയും ഭാഗത്ത് പിസ്സ ഹെഷെല്ലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് വൈറ്റ് കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ബേസ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് കൊടുക്കുകയാണ്. അടിഭാഗത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴാണ് അതിൻ്റെ ഒരു അടിഭാഗം കറക്റ്റ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുകൾ ഭാഗത്തേക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ വേഗം സ്പ്രെഡ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ബേസൊക്കെ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പുല്ല് ആ കുരത്തിൻ്റെ അടിയിലുണ്ടാകുന്ന പുല്ല് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ കൊടുത്തിട്ടും അത്ര വലിയ കളർ വരുന്നില്ല. എന്നാലും നമ്മൾ കൊടുക്കും കൊടുക്കും. അങ്ങനെ നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കൊടുത്ത് ഒരു 3-4 എണ്ണം വരയ്ക്കുന്നുണ്ട് അതുപോലത്തെ പുല്ല്. അങ്ങനെ നമ്മൾ ആ പുല്ലൊക്കെ വരച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനിനൊക്കെ കളർ കൊടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഓറഞ്ചിന് എല്ലാം 2 കളർ വെച്ചിട്ടുണ്ട്. ഓറഞ്ച്, പിന്നെ യെല്ലോ, പിന്നെ ഒരു ചാര കളറ്, അത് കഴിഞ്ഞിട്ട് പച്ച. അങ്ങനെ നമ്മൾ 3-4 കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാം 2 വെച്ച് നമ്മൾ കളർ ചെയ്യുന്നുണ്ട് ഗൈസ്. പല പല ഡിസൈൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓറഞ്ച് 2 അടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത കളറുകൾ കൊടുക്കാൻ പോവുകയാണ്.
അങ്ങനെ നമ്മൾ പുതിയ അതിന് കണ്ണും മൂക്കും വായൊക്കെ കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ പെയിൻ്റൊക്കെ ചെയ്തു, കുറേ ഡിസൈനൊക്കെ കൊടുത്തു. ഇനി ബ്ലാക്ക് വെച്ചിട്ട് കണ്ണും എല്ലാത്തിനും കണ്ണും വായും വരയ്ക്കുന്നുണ്ട് ഗൈസ്. കണ്ണും വായും വരയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാത്തിനും വായും കണ്ണൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ മീനിൻ്റെ വായിന്ന് കുമ്പള പറഞ്ഞ രീതിയിൽ നമ്മൾ വൈറ്റ് വെച്ചിങ്ങനെ ഡോട്ട് ഡോട്ട് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ ആ മോൾഡ് നമ്മുടെ കുട്ടീസിനൊക്കെ ചെയ്യാൻ പറ്റിയൊരു മോൾഡ് നമ്മൾ ചെയ്ത് തീർത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമ്മളെ കമൻറ്റിലൊന്ന് പറയണേ. കൊള്ളാമോ? അപ്പോൾ ഓക്കെ, ബായ്. താങ്ക് യു ഓൾ. നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റാക്കിയിടുക. ടാറ്റാ.